എടപ്പാൾ നടുവട്ടത്ത് വീട്ടമ്മയെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. നെട്ടത്തുവളപ്പിൽ സുബൈദയെയാണ് അയൽവാസി വീട്ടിൽ കയറി ആക്രമിച്ചത്. എടപ്പാൾ നടുവട്ടം സ്വദേശി നെട്ടത്തുവളപ്പിൽ മൊയ്തീൻകുട്ടിയുടെ ഭാര്യ സുബൈദയെയാണ് അയൽവാസിയായ സാലിഹ് വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതിയുള്ളത്. സുബൈദയുടെ വീടിന് മുൻവശമുണ്ടായിരുന്ന മരത്തിന്റെ മുകളിൽ നിന്നും കൊഴിഞ്ഞു വീണ ഉണങ്ങിയ ഇലകൾ അടിച്ചുവാരി തീയിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ അയൽവാസി ആദ്യം സുബൈദയുടെ ഭർത്താവ് മൊയ്തീൻകുട്ടിയുമായി വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അടിപിടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇത് പിടിച്ചുമാറ്റാൻ ചെന്ന സുബൈദയെ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ഇടത് കൈയിൽ വെട്ടേറ്റ സുബൈദ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമിക്കുമ്പോ ഞാൻ ചെന്ന് പിടിച്ചപ്പോ ഓന് മടാളെ എത്തിന്നെ വെട്ടിയത്. ഇതിനെ റോട്ടിട്ട് വലിക്കായിരുന്നു. എന്നിട്ട് തൊള്ളയത്ത് പറയുമ്പോ ഒഴിവാൻ പറഞ്ഞപ്പോ ഓന് ഒഴിവാകില്ല. അവസാനം ഇങ്ങനെ ചവിട്ടത്ത് അടിച്ചിരിക്കണു. ഓന്റെ കാല് വയ്യാണ്ടിരിക്കണ കാലിന് ഒരു ചവിട്ടും ചവിട്ടിയിരിക്കണം. ഓൻ നല്ല ഇന്നെ അടിക്കില്ലായിരുന്നു. ഓൻ അവിടെ ഇട്ടിട്ട് അടിക്കാൻ നേരത്തെ റോഡിലത്തെ ചമ്മലടിച്ച് തീയിട്ടേന്. ഓന്റെ വീട്ടിന്റെ മുമ്പത്തെല്ലാം ഒരു മതിലിന്റെ അരി ഇട്ടിട്ടാ തീയിട്ടിരുന്നത്. അപ്പോഴാണ് ഓന് എന്റെ വീട്ടിലേക്ക് കയറി വന്ന് മേലാക്ക് ഇവിടെ തീയിടരുത് പറഞ്ഞു. അപ്പൊ ഇത് തീയിടും, ഞാൻ ചമ്മല അടിച്ച് തീയിട്ടിട്ടുള്ളൂ പറഞ്ഞു. അതിന് പ്രശ്നം ഉണ്ടായത്. ഞാൻ അടിക്കാൻ വന്നപ്പോ അവന്റെ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ റോട്ടിലിട്ട് വലിക്കിരുന്നിട്ടിട്ട് അവർ രണ്ടാളും വേറെ കൊടുത്താൻ വേണ്ടിട്ട് ഞാൻ എന്നപ്പോഴാണോ എന്നെ മടാളായിട്ട് വെട്ടിയത്. വട്ടംകുളം ഭാഗത്ത് നിന്ന് നടുവട്ടത്ത് താമസമാക്കിയ മൊയ്തീനെയും കുടുംബത്തെയും ഇതിനു മുൻപും സാലിഹ് ഉപദ്രവിക്കാൻ മുതിർന്നതായി മൊയ്തീൻ പറഞ്ഞു. ശനിയാഴ്ച രാത്രി 7:30ഓടെയാണ് സംഭവത്തിൽ സാലിഹിനെതിരെ ചങ്ങരംകുളം പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സുബൈദ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. NCV ന്യൂസ്, എടപ്പാൾ. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, the family jeweler, Main Road, Vadakekad.